സെൽഫ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പഠനം നടത്തി പരിശീലിപ്പിച്ചു വിടുന്ന സ്ഥാപനങ്ങളായിരിക്കണം ഏറ്റവും ഉത്തമമായി ഓയിൽ ആൻഡ് ഗ്യാസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നവർ. ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം. അത് എന്താണ്, അത് എങ്ങനെ ഉണ്ടാകുന്നു, അതിനെപ്പറ്റി എവിടെ പഠിക്കണം, അതിനെപ്പറ്റി ഉണ്ടാകുന്ന ഒരു ചെറു വിവരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഭൂമിക്കടിയിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും അടിഞ്ഞുകൂടുന്ന ജൈവ അവശിഷ്ടങ്ങൾ കടുത്ത താപത്തിലും മർദ്ദത്തിലും കോടാനകോടി വർഷം കിടന്ന് വിഘടിച്ച് രൂപാന്തരം പ്രാപിക്കുന്നതാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ ക്രൂഡ് ഓയിലിനെ ഭൂമിക്ക് പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ ശുദ്ധീകരിച്ച് ആയിരക്കണക്കിന് ഉപഭോഗ വസ്തുവാക്കി മാറ്റുമ്പോൾ ആ വിപണിയാണ് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വിപണിയായി മാറുന്നതും. അതാണ് ഈ പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം. ലോക സാമ്പത്തിക ഘടനയുടെ നെടുന്തൂടാണ് ക്രൂഡ് ഓയിൽ. ശതകോടികളുടെ വാർഷിക വരുമാനമുണ്ടാക്കുന്ന ഈ വിപണി അല്ലെങ്കിൽ ഈ മേഖല ഇത് തരുന്ന തൊഴിലവസരങ്ങളും എനർജി സുരക്ഷയും അത്ഭുതകരമാണ്. മനുഷ്യനൊരു ദിവസം ഉപയോഗിച്ച് തീർക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവ് 10 കോടി ബാരലാണ്. 2023 ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ അടുത്ത് വരുന്ന 5 വർഷത്തേക്ക് ഇതിൻ്റെ 5 ഇരട്ടി ഉപയോഗമുണ്ടാകുകയും ഏകദേശം 2030 ആകുമ്പോഴേക്ക് 60 കോടി ബാരൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കനുസരിച്ച് ലോകത്താകെ ഓൺഷോർ റിഗുകളായ 1337 240 ഓഫ്ഷോർ റിഗുകളാണ് ഉണ്ടായിരുന്നത് 2023 വരെ. 2024 സ്ഥിതിവിവരക്കണക്കനുസരിച്ച് 692 റിഗുകളായി ഓഫ് ഷോറിൽ വർദ്ധിച്ചു. 554 എണ്ണം ക്രൂഡ് ഓയിൽ മാർക്കറ്റിംഗ് തുടങ്ങി. ഈ ഉപഭോഗം കൊണ്ടാണ് ലോകത്ത് വളരെ ധൃതിയിൽ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി വളരുന്നത്. അതിനോടൊപ്പം ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളും വർദ്ധിക്കുന്നത്. ഈ തൊഴിലവസരങ്ങൾ നമുക്ക് തരുന്നത് പുതിയൊരു ഉണർവിൻ്റെ, പുതിയൊരു തലമുറയുടെ സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യമാണ്. സാധാരണ ഉണ്ടാകുന്ന തൊഴിലുകളനുസരിച്ച് ഈ റിഗിലെ ജോലികൾ ശമ്പളത്തിൻ്റെ കണക്ക് നോക്കിയാൽ താരതമ്യേന മെച്ചപ്പെട്ടതാണ്. ശരാശരി ഒരാൾക്ക് $40,000 ഒരു വർഷം വരുമാനമായി കിട്ടുന്നത്. ജോലിയുടെ സ്ഥാനവും ജോലിയുടെ അതിൻ്റെ മികവുമനുസരിച്ചാണ് ശമ്പളത്തിൻ്റെ ഗണന അവിടെ കണക്ക് കൂട്ടി വരുന്നത്. സാധാരണ ഉണ്ടാകുന്ന ഒരു റിഗ് എഞ്ചിനീയർക്ക് $2 ലക്ഷം ശമ്പളം. അണ്ടർ വാട്ടർ വെൽഡർക്ക് $2 ലക്ഷം സാലറി. ഈ $2 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു റിഗിനകത്ത് ഏകദേശം 100 മുതൽ 120 വരെ ജോലിക്കാരുണ്ടാകും. അതിൽ പ്രധാനപ്പെട്ടത് റിഗിൻ്റെ മാനേജരാകുന്ന ടൂൾ പുഷർ, ഡ്രില്ലർ, അസിസ്റ്റൻറ്റ് ഡ്രില്ലർ, ഫ്ലോർമാൻ അല്ലെങ്കിൽ റഫ്നക്ക് അല്ലെങ്കിൽ താഴെ റിഗ്, റൂസ്റ്റ് അബൌട്ട്, ഈ പറയുന്ന റോളുകളാണ് പ്രധാനമായി ഡ്രില്ലിങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിലും അനുബന്ധമായി 14 വിഭാഗങ്ങളാണ് ഒരു റിഗിൽ വർക്ക് ചെയ്യുന്നത്. ആധുനിക സാങ്കേതികവിദ്യ കൊണ്ട് കുറേയൊക്കെ കഷ്ടപ്പാടുകൾ ഈ റിഗിൽ കുറഞ്ഞെങ്കിൽ പോലും ആത്മധൈര്യവും ജോലി നൈപുണ്യവും മനോധൈര്യമുള്ളവർക്ക് മാത്രം പറ്റിയ ജോലിയാണ് റിഗിലെ ജോലി. ഈ ഇൻഡസ്ട്രി ഇത്രത്തോളം വളർന്നു വലുതാകുമ്പോൾ അതിനകത്തുണ്ടാകുന്ന അപകട സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപകടരഹിതമാകുന്ന പുതിയ വഴികൾ ആധുനിക സാങ്കേതികവിദ്യയാകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഒക്കെ നൽകുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻ്റ് ആകുന്ന ജോലിക്കാർക്ക് അവരറിഞ്ഞിരിക്കേണ്ടുന്ന നൈപുണ്യങ്ങളെപ്പറ്റി വ്യക്തമായ ബോധമുണ്ടാകുന്ന രീതിയിലുണ്ടാകുന്ന പഠന സൗകര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ജോലിയിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് മനോവീര്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും. ഈ അപകട മേഖലയിൽ തരണം ചെയ്യാൻ കൃത്യമായ സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയുള്ള പഠനം നടത്തുന്ന, പരിശീലനം നടത്തുന്ന സ്ഥാപനങ്ങൾ അന്വേഷിക്കേണ്ടത് അത്യന്താവശ്യമാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് പ്രോസസ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആ പ്രോസസ് സേഫ്റ്റി മാനേജ്മെൻറ്റിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ടത് എങ്ങനെ ഇൻഡസ്ട്രി ഫങ്ഷൻ ചെയ്യുന്നു, അതിനകത്തുള്ള ഊർജ്ജ സ്രോതസ്സാകുന്ന ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്താണ്, ഇലക്ട്രിക് സേഫ്റ്റിയുടെ പ്രൊട്ടക്റ്റീവ് ആകുന്ന ഇൻറ്റൻസിക് സേഫ്റ്റി എന്താണെന്ന് വിശദമായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അത്യന്താപേക്ഷിതമായി ഈ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമുള്ളത്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ മറൈൻ സേഫ്റ്റി,
ഹ്യൂവറ്റ് സേഫ്റ്റി, ഈ തന്നിരിക്കുന്ന സേഫ്റ്റി കൂടാതെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റൊക്കെ അവസാനം ഉപയോഗിക്കുന്നതിന് മുൻപ് സെൽഫ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ള രീതിയിൽ പഠനം നടത്തി പരിശീലിപ്പിച്ചു വിടുന്ന സ്ഥാപനങ്ങളായിരിക്കണം ഏറ്റവും ഉത്തമമായി ഓയിൽ ആൻഡ് ഗ്യാസിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നവർ. എണ്ണമറ്റ സ്ഥാപനങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് പഠിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ കുട്ടി ഏത് കോളേജിൽ പഠിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം നിങ്ങൾ പരിഗണിക്കുമ്പോൾ, നിങ്ങളുടെ മുടക്കുന്ന ഈ ചെലവിനെ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടുന്ന 3-4 കാര്യങ്ങൾ ഞാനിവിടെ പ്രതിപാദിക്കുകയാണ്. അക്കാഡമിക് അല്ലാതെ പ്രായോഗിക പരിശീലനം തരുന്ന, അനുഭവ പരിജ്ഞാനം തരുന്ന, പ്രായോഗികമായിട്ടുണ്ടാകുന്ന സേഫ്റ്റി എന്താണെന്ന് പഠിപ്പിക്കുന്ന, സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സഹായം ചെയ്യുന്ന ഏതൊരു സ്ഥാപനമാണെന്ന് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണമായിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം നിങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമേ കുട്ടിയെ ഒരു സ്ഥാപനത്തിലേക്ക് ചേർക്കാവൂ. 100% സേഫ്റ്റി പ്രൊട്ടക്ഷനോടുകൂടി ഒരു റിഗിനകത്തോ റിഫൈനറിക്കകത്തോ അല്ലെങ്കിൽ അത്തരമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തോ ഓയിൽ ഇൻഡസ്ട്രിയുടെ ഏതൊരു ഭാഗത്ത് ജോലി ചെയ്യുമ്പോഴും സുരക്ഷിത ജോലിയോടെ ജീവിതം സന്തോഷകരമാക്കാൻ എവിടെയാണോ പരിശീലനം നൽകുന്നത് അത് പരിഗണിക്കത്തക്കതാകണമെന്ന് മാത്രമാണ് എനിക്കിവിടെ ഉപസംഹരിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും.